മഹാരാഷ്ട്ര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ബി.ജെ.പിയെ ഞെട്ടിച്ച അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസുൻ ഇത്തിഹാദുൽ മുസ്ലിമീൻ വൻ വിജയത്തിലേക്ക് അടുക്കുന്നു. എ.ഐ.എം.ഐ.എം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ഔറംഗാബാദിലാണ് ഒവൈസിയുടെ പാർട്ടി ബി.ജെ.പിയെയും തറപറ്റിച്ച് മുന്നോട്ട് കുതിക്കുന്നത്. ഇതുവരെയുള്ള ഔദ്യോഗിക ഫലം പുറത്തു വന്നപ്പോൾ ഔറംഗാബാദിൽ ബി.ജെ.പി ആറിടത്ത് വിജയിച്ചപ്പോൾ 24 സീറ്റുകളിൽ എ.ഐ.എം.ഐ.എം അടക്കമുള്ള മറ്റു പാർട്ടികൾ വിജയിച്ചു കയറി. ഇതുവരെ 65 ഇടങ്ങളിലാണ് എ.ഐ.എം.ഐ.എം ബി.ജെ.പിയെ പിന്നിലാക്കി മുന്നിട്ട് നിൽക്കുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 തവണ MP ആയ ചന്ദ്രകാന്ത് ഗൈരയെ 4492 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് എ.ഐ.എം.ഐ.എം പാർട്ടി സ്ഥാനാർത്ഥി ഇംതിയാസ് ജലീൽ ഔറംഗാബാദിൽ നിന്നും വിജയിച്ചു കയറിയത്. അതിനിടെ മഹാരാഷ്ട്ര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണസഖ്യമായ മഹാവികാസ് അഗാഡി വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5000-ലേറെ സീറ്റുകളിൽ സഖ്യം ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. ബി.ജെ.പിക്ക് ആകെ 1975 സീറ്റിൽ മാത്രമേ ഇതുവരെ വിജയിക്കാനായുള്ളൂ. 34 ജില്ലകളിലെ 14,234 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 6 ഡിവിഷനുകളിലേക്കും ജനുവരി 15-നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. 2,14,880 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. 26,718 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡിയുടെ വളർച്ചയുടെ ബി.ജെ.പിയുടെ ശക്തി സംസ്ഥാനത്ത് ദുർബലപ്പെടുന്നതായാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. നേരത്തെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാവിക്കോട്ടയായ നാഗ്പൂരിലടക്കം തോറ്റത് ബി.ജെ.പിയെ വൻ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുണ്ട്. ബി.ജെ.പി കോട്ടയായ നാഗ്പൂരിൽ ആകെയുള്ള 58 സീറ്റിൽ 30 സീറ്റിലും കോൺഗ്രസ് ആണ് അന്ന് വിജയിച്ചു കയറിയത്. ബി.ജെ.പി വെറും 15 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങി. ഇന്നത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോഴും നാഗ്പൂർ ഡിവിഷനിൽ ബി.ജെ.പി വളരെ പിന്നിലാണ്. ബി.ജെ.പിയുടെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന നാഗ്പൂർ ഡിവിഷനിൽ കോൺഗ്രസ് 73 മുന്നിട്ട് നിന്ന് വിജയത്തിലേക്ക് കടക്കുകയാണ്. നാഗ്പൂർ ഡിവിഷനിൽ ബി.ജെ.പിക്ക് ഇതുവരെ 37 മാത്രമാണ് മുന്നിട്ട് നിൽക്കാനായിട്ടുള്ളത്. അതേസമയം ശിവസേന 5 എൻ.സി.പി 6 മുന്നിട്ട് നിൽക്കുന്നു. മഹാവികാസ് അഗാഡി സഖ്യത്തിൽ ശിവസേനയാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയത്. 2012 സീറ്റുകളാണ് ശിവസേന ഇതുവരെ സ്വന്തമാക്കിയത്. തൊട്ടു പിന്നിലുള്ളത് എൻ.സി.പി ആണ്. 1789 സീറ്റുകളാണ് എൻ.സി.പിക്ക് ലഭിച്ചത്. കോൺഗ്രസ് 1378 സീറ്റുകളിൽ വിജയിച്ചു. മറ്റു കക്ഷികൾ 1789 സീറ്റുകളിലും വിജയിച്ചു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ പരീക്ഷണമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. 15 മാസം മുമ്പാണ് ബി.ജെ.പിയുമായി തെറ്റി എൻ.സി.പിയുമായും കോൺഗ്രസുമായും ചേർന്ന് ശിവസേന സംസ്ഥാനത്ത് സർക്കാർ രൂപവൽക്കരിച്ചത്. ബാലറ്റ് പേപ്പറിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തുവരാൻ ഇനിയും വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയെ വീണ്ടും പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.